ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് രാവിലെ 9:15 ടു 1 മണി വരെ നമുക്കൊന്ന് വലിയ മൂവ്മെൻറ്റുകളൊന്നും മാർക്കറ്റിൽ ഉണ്ടായിട്ടില്ല. നമുക്കൊരു ഫ്രീ ഗ്രൂപ്പിൽ ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് 20 പോയിൻ്റ് പോലുള്ള ട്രേഡും കൂടിയാണ്. 2 ട്രേഡാണ് ഫ്രീ ഗ്രൂപ്പിൽ കൊടുത്തത്. പെയ്ഡ് ഗ്രൂപ്പിൽ കിട്ടിയ ട്രേഡാണെങ്കിലും ഫ്രീ ഗ്രൂപ്പിൽ കൊടുത്ത ട്രേഡാണെങ്കിലും നമുക്ക് വലിയ പോയിൻറ്റിലേക്കൊന്നും പോയിണ്ടായിരുന്നില്ല. പിന്നെ 1 മണിക്ക് ശേഷമാണ് ഒരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ വന്നു തുടങ്ങിയത്. അതിനുശേഷം കിട്ടിയ 2 ട്രേഡ് ഉണ്ട്, ഒന്ന് സെൻസസിലും ഒന്ന് നിഫ്റ്റിയിലും. ആ 2 ട്രേഡും ഒന്നാമത്തെ പീസ് അടിക്കുകയാണ്. ആ 2 ട്രേഡും ഫുൾ ടാർഗറ്റാണ്. അപ്പോൾ നമുക്ക് ഇന്നുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. നിഫ്റ്റി നല്ല കൺസോൾട്ടേഷനാണ് രാവിലെ. 8-ാം തീയതിയാണ് നിഫ്റ്റി ലെവൽസാണ്. നല്ല കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഒരു മൂവ്മെൻറ്റ് എടുത്തേക്കുന്നത് ഇവിടെ നിന്നൊക്കെയാണ്. ഒരു 1:30 ടൈമിനൊക്കെയാണ് മൂവ്മെൻറ്റ് തുടങ്ങിയേക്കണത്. ഇപ്പോൾ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് അടിയിലേക്ക് വരുന്നുണ്ട്. അടുത്തൊരു സപ്പോർട്ട് ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് നന്നായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത സപ്പോർട്ടിലാണ് അടുത്ത സപ്പോർട്ട് എടുക്കുള്ളൂ കേട്ടോ. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് നിഫ്റ്റിയിലത്തെ കാര്യം. നമുക്ക് ഫുൾ ടാർഗറ്റ് വന്ന ട്രേഡുകൾ നോക്കാം. 24,400 P ഇതാണ് നമുക്ക് ഫുൾ ടാർഗറ്റ് വന്ന ട്രേഡ്. കണ്ടീഷനൊക്കെ സെയിം തന്നെയാണ്. ബയേഴ്സ് ക്ലോസ് ചെയ്യണം, സെല്ലേഴ്സ് ഇവിടെ റിജക്റ്റ് ആക്കണം. റെഡ് ക്യാൻ്റെ റിജക്ഷൻ ഇവിടെ കറക്റ്റ് വന്നിട്ടുണ്ട്. 13.30 എൻ്റെ പ്രൈസ്. 13.25 അല്ലെങ്കിൽ 13.30 എവിടെ വേണമെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം. അങ്ങനെ എടുത്ത ട്രേഡാണിത്. 1 വേല തന്നെ 50 പോയിൻ്റ് പോയിട്ടുണ്ട്. പിന്നെ വേറെ ട്രേഡ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 121 ഒരു എൻട്രി ഉണ്ട്. ഈ 121 എൻട്രി നിങ്ങൾ നോക്കുക. സെല്ലേഴ്സ് റെഡ് ക്യാൻ്റെ അടിയിൽ ലോസ് ചെയ്തോട് ആ ട്രേഡ് ഇല്ല. പിന്നുള്ളത് 89-55 എന്ന് പറഞ്ഞ ലെവലാണ്. ഈ ലെവലിൽ ഞാൻ 5 മിനിറ്റിൽ ക്യാൻഡൊന്നും എടുക്കാം. ഇത് 5 മിനിറ്റ് അല്ല, കുറച്ച് നേരം കണ്ട് വന്ന് അപ്പോൾ എടുക്കണമെന്ന് തന്നെ പറഞ്ഞത്. ഇത് അടിയിൽ കുറച്ച് നേരം നിന്നിട്ട് മുകളിൽ കയറുന്ന സമയത്ത് വേണമെങ്കിൽ എടുക്കാൻ പറ്റും. അത് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ ഇത് എടുത്തവരുണ്ടെങ്കിൽ SL പോവില്ല. ഇതിപ്പോൾ ഈ സംഭവം ലിമിറ്റിലെടുത്താലും SL പോവില്ല. കറക്റ്റായിട്ട് 10 പോയിൻ്റ് പ്രൊട്ടക്റ്റ് ആയിട്ടാണ് തന്നെ നിൽക്കണത്. ഇപ്പോൾ റണ്ണിങ് ആണ്. ഈ 121 എൻ്റെ ഒക്കെ എൻട്രി വരുന്നത്. പിന്നെ മാക്സിമം ലാസ്റ്റ് മിനിറ്റ് ട്രേഡൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര വോളാറ്റിലിറ്റി ഉള്ള ടൈമിലുള്ള ട്രേഡിംഗ് ആണ് കേട്ടോ. അതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ പ്രശ്നമില്ല. പിന്നെ നമുക്കുണ്ടായിരുന്ന ട്രേഡ് 80-700 Pയിലാണ്. 80-700 P നമുക്ക് സെൻസസിലൊക്കെ 40 പോയിൻ്റാണോ SL വരണത്. 40 SL വരിക. 200 ടാർഗറ്റ് എടുക്കുക. ഇതും 1 വേല തന്നെയാണ് പോയിക്കണത്. പിന്നെ വേറെ ട്രേഡ് 704 ഞാൻ പറഞ്ഞത്. 704 നിങ്ങൾ നോക്കിയാൽ അറിയാം, ഫുള്ള് ഗ്രീൻ ക്യാനിലാണ്. 10-350 പോയിൻ്റിൻ്റെ മൂവ്മെൻ്റ് ഉണ്ട്. അത് 704 1700 എന്നാണത്. അപ്പോൾ 350 പോയിൻ്റോളം മൂവ്മെൻറ്റ് ഉണ്ട്. പക്ഷേ റെഡ് ക്യാൻ ഇല്ലാത്തതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. ചാടിക്കറി എടുക്കണവർക്ക് പ്രോഫിറ്റ് ആയിട്ടുണ്ടാവും. ഇതൊന്നുണ്ടായിരുന്ന ട്രേഡ് തന്നെയാണ്. ഇത് ഫ്രീ ഗ്രൂപ്പിലത്തെ ട്രേഡാണ് കേട്ടോ. 24,400 C. ഇതൊരു 10 ക്യാനിലാണ് ഇറങ്ങാനാണ് പറഞ്ഞത്. ലാസ്റ്റ് ട്രേഡായിരുന്നു. 2 ട്രേഡാണ് ഫ്രീ ഗ്രൂപ്പിൽ കിട്ടിയത്. അല്ല, ഒരു ട്രേഡ് ഇതാണ്. ഇത് 10 ക്യാനിൽ ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ SL ഒന്നും വരില്ല. 15 അടിക്കാനാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ SL അടിക്കുകയാണെങ്കിൽ തന്നെ നമുക്കൊരു 13 SL അടിക്കും. 2 പോയിൻ്റൊക്കെയാണ് SL പോവുള്ളൂ. ഈ ട്രേഡ് നമുക്ക് ഫ്രീ ഗ്രൂപ്പിൽ വന്നതാണ് കേട്ടോ. 24,400 P തന്നെയാണ്. നമുക്ക് 50 പോയിൻ്റ് അടിച്ച അതേ സ്ട്രൈക്ക് തന്നെയാണ് ഇത്. 24,400 P. ഇത് 20 പോയിൻ്റാണ് മൂവ് ചെയ്തേക്കണത്. ഇതൊക്കെ 20 പോയിൻ്റ് എല്ലാവരും കിട്ടണം. കറക്റ്റായിട്ട് ലിമിറ്റിൽ വന്നിട്ട് പോയിട്ടുള്ള ട്രേഡാണ്. അപ്പോൾ 20 പോയിൻ്റ് എന്തായാലും കിട്ടണം. SL പോകേണ്ട ആവശ്യമില്ല ഈ ട്രേഡിൽ. മനസ്സിലായാലും നമുക്ക് പെയ്ഡ് ഗ്രൂപ്പിൽ വന്ന ട്രേഡാണ്. ഇത് സെൻസസ് ആണ്. സെൻസസിൻ്റെ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SL ഇവിടെ പ്രൊട്ടക്റ്റ് ആയിട്ടാണ് നിൽക്കുന്നുണ്ട്. നമുക്കൊരു 10 ക്യാൻഡിൽ ഇത് എക്സിറ്റ് അടിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? SL പോകേണ്ട ആവശ്യം ഇതിലും ഇല്ല. കറക്റ്റ് ലിമിറ്റിലെടുക്കാം. 10 ക്യാൻഡിൽ നോക്കാം, എക്സിറ്റ് അടിക്കാം. നിങ്ങൾ എക്സിറ്റ് അടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രോഫിറ്റിലാണ് നിങ്ങൾക്ക് എക്സിറ്റ് അടിക്കാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ ഒരു ഗുണം. 10 ക്യാൻഡിൽ നോക്കണേ. ഇതും സെൻസസ് തന്നെയാണ്. 80-800 C. ഇതും 10 ക്യാൻഡിൽ എക്സിറ്റ് അടിക്കാൻ തന്നെ ഞാൻ പറഞ്ഞത് ഈ ട്രേഡ് എടുത്തപ്പോൾ. അങ്ങനെ അടിച്ചവർക്ക് പ്രോഫിറ്റിൽ ഇറങ്ങാം. അല്ലെങ്കിൽ ഒരു കോസ്റ്റ് ഹിറ്റായി ഉണ്ടാവും. അങ്ങനെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നടന്നേക്കണത്. ഇപ്പോൾ നിഫ്റ്റിയിലെ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 4 ദിവസമാണ് നിഫ്റ്റി റൺ ചെയ്യണത്. ലാസ്റ്റ് മിനിറ്റിലാണ്. അതായത് 2 മണിക്ക് ശേഷമൊക്കെയാണ് നിഫ്റ്റിക്ക് മൂവ്മെൻറ്റ് വരുന്നത്. അത് പേ സെഗ്മെൻ്റ് ആണെങ്കിലും കേട്ടോ. സെൻസസ് ആണെങ്കിലും നിഫ്റ്റി ആണെങ്കിലും ബാങ്കിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ട് കേട്ടോ. പക്ഷേ സെൻസസും നിഫ്റ്റിയും ലാസ്റ്റ് മിനിറ്റിലേക്കാണ് മൂവ് ചെയ്യണത്. ലാസ്റ്റ് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വോളാറ്റിലായ ടൈമാണ്. നിങ്ങൾ അങ്ങനെ എപ്പോൾ നോക്കിയാലും ട്രേഡ് ചെയ്ത് നമുക്ക് ലോസുകൾ വരാൻ സാധ്യതയുണ്ട്. മാക്സിമം ഒഴിവാക്കുക. നല്ല 1 വേല തന്നെ പോകുന്ന ഒരു സെറ്റപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ചാടി കയറി പോകാൻ പറ്റും. ലാസ്റ്റ് മിനിറ്റ് ട്രേഡുകൾ മാത്രം. മനസ്സിലായാലും അത് പക്ഷേ ഒറ്റ ക്യാൻഡിലൊക്കെ നിങ്ങൾക്ക് SL പോകും കേട്ടോ. അതാണ് എൻ്റെ ഒരു പ്രശ്നം. ലാസ്റ്റ് മിനിറ്റ് ട്രേഡിൽ അതാണ് ഒരു മെയിനായിട്ടുള്ള ഒരു പ്രോബ്ലം. ഒറ്റ ക്യാൻഡിൽ തന്നെ SL പോവും. അത്രയും വോളാറ്റിലായിരിക്കും ആ ടൈമിൽ. മനസ്സിലായാലും അത് ഗ്രീൻ ക്യാൻഡിൽ മാത്രം ഉണ്ടാക്കി പോകുമ്പോൾ നിങ്ങൾക്ക് തോന്നും അത് ഈസി ആയിട്ട് പോണതാണെന്ന്. പക്ഷേ അല്ല. അത് റെഡ് ക്യാൻഡിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പീരിച്ച് തുടങ്ങും. പിന്നെ നല്ല രീതിക്ക് SL കണ്ടു ചെയ്തിട്ടോ പിന്നെയും കയറുണ്ടാവുക. മനസ്സിലായാലും അപ്പോൾ പ്രോപ്പറായിട്ട് SL മെയിൻറ്റെയിൻ ചെയ്തിട്ട് നിങ്ങൾ ട്രേഡ് എടുക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങൾ ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യുക. ഓപ്ഷൻസ് എന്താണെന്ന് അറിയുക. ഓപ്ഷൻസ് ഭയങ്കര ടഫായിട്ടുള്ളൊരു
ഏരിയ ആണ് ഓപ്ഷൻസ് കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു 95 ജോബ് ചെയ്യണ പോലെയല്ല ഓപ്ഷൻസ്. നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്രയും ഹൈ ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം. അത് എക്സ്പീരിയൻസ് ഉണ്ടാവുന്ന സംഭവമാണോ ഈ മൈൻഡ് സെറ്റൊക്കെ. എക്സ്പീരിയൻസ് കിട്ടണതാണ്. നിങ്ങളിപ്പോൾ ഇന്നലെ ട്രേഡിംഗ് എന്ന് പറഞ്ഞ വാക്ക് കേട്ടു, ഇന്ന് ട്രേഡിങ്ങിക്ക് ഇറങ്ങി, നാളെ പ്രോഫിറ്റ് എടുത്ത് സക്സസ് ആവാം, അങ്ങനത്തെ സംഭവം നടക്കില്ല. ഇതിൽ സക്സസ് റേറ്റ് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യത ആർക്കാണെന്നറിയോ? നല്ല മൈൻഡ് സെറ്റുള്ളവർക്ക് പെട്ടെന്നായിട്ട് വരാം, സക്സസ് റേറ്റിലേക്ക് വരാൻ പറ്റും. അല്ലാതെ ഒരു മൈൻഡ് സെറ്റൊന്നും ഇല്ല, എന്നാൽ നമുക്ക് പ്രയത്നിക്കുന്നുണ്ട്, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, കുറേ കാലത്ത് എക്സ്പീരിയൻസ് ഉണ്ട്, അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. കുറേ കാലത്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ, ഈ ആൾക്കാർക്ക് ഈസി ആയിട്ട് സക്സസ് റേറ്റിലേക്ക് വരാൻ പറ്റും. അവർക്ക് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡ് കിട്ടിയാൽ മതി, അവർ കറക്റ്റായിട്ട് നല്ലൊരു പ്രോഫിറ്റിലേക്ക് വരും ഓട്ടോമാറ്റിക്കലി. അപ്പോൾ അങ്ങനെയാണ് നമുക്കൊരു സക്സസ് റേറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം നമ്മൾ ട്രേഡിങ് ചാർട്ടിൽ തന്നെ ഇരുന്ന് ട്രേഡ് ചെയ്യണം. നിങ്ങൾ ചാർട്ട് നോക്കിയിട്ട് ട്രേഡ് ചെയ്യുക. ചാർട്ടിൽ ഇരുന്ന് പഠിച്ചാലാണ് നിങ്ങൾക്ക് ക്യാൻഡിൽസിൻ്റെ മൊമെൻറ്റ്സിൽ മാറ്റങ്ങൾ കാണാൻ പറ്റുള്ളൂ. ക്യാൻഡിൽസ് എപ്പോഴാണ് വോളാറ്റിലാവണത് അതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഒരു ചാർട്ട് നോക്കുന്ന ആൾക്ക് പെട്ടെന്ന് കിട്ടും കാര്യങ്ങൾ, മനസ്സിലായില്ലേ? അപ്പോൾ ചാർട്ടിൽ കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കുക. നിങ്ങൾ 3:30 വരെ ഇരിക്കണം എന്നല്ല പറയണത്, നിങ്ങൾ ഇരിക്കുന്ന ടൈമിൽ ചാർട്ടിലിരിക്കാൻ നോക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് ആ ചാർട്ടിൻ്റെ ഒരു മാറ്റങ്ങളും അതിൻ്റെ ഒരു മൂവ്മെൻറ്റുകളും എല്ലാതും മനസ്സിലാവുള്ളൂ. സൈഡ് വേസ് ആണെങ്കിലും വോളാറ്റിലായിട്ടുള്ള മാർക്കറ്റ് ആണെങ്കിലും ട്രെൻഡിങ് ആയിട്ടുള്ള മാർക്കറ്റ് ആണെങ്കിലും എല്ലാതും ചാർട്ടിൽ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് കുറേ ഐഡിയകൾ കിട്ടും. ഞാൻ പറഞ്ഞു വരുന്ന ഐഡിയകളെ കുറിച്ചിട്ടാണ്. നല്ല പുതിയ ഐഡിയകൾ നിങ്ങൾക്ക് ചാർട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും, കുറേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് ചാർട്ട് നോക്കേണ്ടുള്ള ഗുണം. ഒരു സക്സസ് റേറ്റിംഗ് വരെ നിങ്ങൾ ചാർട്ടിൽ തന്നെ ട്രേഡ് ചെയ്യണം. ചാർട്ട് നോക്കിയിട്ട് തന്നെ ഞാൻ ചെയ്യുന്നത് സ്ട്രൈക്ക് ചാർട്ടിലാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് സ്പോട്ട് ചാർട്ട് നോക്കിയിട്ട് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. നമുക്കിപ്പോൾ സ്ട്രൈക്ക് ചാർട്ട് നോക്കിയിട്ട് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. ഡെവലപ്പ് ചെയ്യണ പോലെയും കാര്യങ്ങൾ, മനസ്സിലായാലും. അപ്പോൾ അത്രക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുക. നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് വെച്ചേക്കുക. നാളെ വെള്ളിയാഴ്ചയാണ്, ലാസ്റ്റ് ഡേ ആണ്. നല്ല ട്രേഡുകൾ കിട്ടട്ടെ. നമുക്ക് ഫസ്റ്റ് അടിപൊളി ടാർഗറ്റുകൾ വരട്ടെ. ലാസ്റ്റ് മിനിറ്റിൽ വരെ നോക്കിയിരിക്കണമെങ്കിൽ ഫസ്റ്റ് കിട്ടണതാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മാക്സിമം നല്ല ടാർഗറ്റിൽ അടിക്കാൻ പറ്റട്ടെ. നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.